തട്ടിലിനെ തട്ടിക്കളി തുടങ്ങി. മേജർ ആർച്ച് ബിഷപ്പ് ആയതിൻ്റെ മൂച്ചിൽ അടിരൂപതകളിലെ കുർബാന തൊഴിലാളികൾക്ക് അന്ത്യശാസനം കൊടുത്ത ബിഷപ്പ് റാഫേൽ തട്ടിലിനെ പുരോഹിതരും വിശ്വാസികളും തട്ടിക്കളിക്കും ഏതാണ്ട് ഉറപ്പായി. ഇതിലും വലിയ അംശവടി കണ്ടിട്ട് അപ്പാപ്പൻ പേടിച്ചിട്ടില്ല. പിന്നെയാണ് ഈ വളഞ്ഞ അംശവടി എന്ന ഭാവത്തിലാണ് അടിരൂപതകളിലെ കൂദാശ തൊഴിലാളികളും വിശ്വാസികളും. തൊഴുത്തിൽ മറ്റൊരു ബിഷപ്പിനെ മാറ്റിക്കെട്ടിയാൽ പ്രശ്നം തീരുമെന്ന് കരുതിയെങ്കിലും അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാതെ കിടക്കുന്നതിനാൽ അടി തുടരുവാനാണ് സാധ്യത. ഏതപ്പൻ വന്നാലും നമ്മ പുഷ്ടകുർബാന ചൊല്ലില്ല എന്ന നിലപാടിലാണ് അടിരൂപത. വലിയ ഇൻക്വിസിഷനൊക്കെ നടത്തി വിശ്വാസികളെ പുറത്ത് പൊരിച്ചുകൊണ്ടിരുന്ന പൂച്ചാണ്ടി വേഷധാരികളെ ഇപ്പോൾ വിശ്വാസികൾ നിർത്തിപ്പൊരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ തുടർച്ചയാണ് സിറോ മലബാർ സഭ എറണാകുളം അങ്കമാലി അടിരൂപതയിൽ സിനഡ് കുർബാനയ്ക്കെതിരെ ഇന്നലെയും അൽമായ മുന്നേറ്റം നടത്തിയ പ്രതിഷേധം. സിനഡ് കുർബാന അടിച്ചേൽപ്പിക്കുവാനുള്ള മെത്രാന്മാരുടെ തീരുമാനത്തെ തള്ളിക്കളയുന്നുവെന്ന് അൽമായ മുന്നേറ്റം വ്യക്തമാക്കി. കലൂർ റിന്യൂവൽ സെന്ററിൽ കൂടിയ ഭാരവാഹികളുടെ യോഗത്തിന് ശേഷം പ്രവർത്തകർ ബിഷപ്പ് ഹൗസിന് മുന്നിൽ പ്രതിഷേധിച്ചു. വരും ദിവസങ്ങളിലും പ്രതിഷേധം കടുപ്പിക്കുവാനാണ് അൽമായ മുന്നേറ്റത്തിൻ്റെ തീരുമാനം. എറണാകുളം കത്തീഡ്രൽ ബസിലിക്കയുടെ മുന്നിൽ നിന്ന് പ്രതിഷേധ റാലിയായാണ് ബിഷപ്പ് ഹൗസിന് മുന്നിൽ പ്രതിഷേധിച്ചത്. ഇതിന് പിന്നാലെ മുഴുവൻ പ്രവർത്തകരും മെത്രാന്മാരുടെ സംയുക്ത അഭ്യർത്ഥനയോടുള്ള വിയോജിപ്പ് ഓരോ ഫൊറോനയുടെയും ഇടവുകളുടെയും പേരിൽ അപ്പോസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ബോസ്കോ പുത്തൂരിന് ഒരു ബോക്സിലാക്കി കൂയയിൽ ഏൽപ്പിച്ചു. കഴിഞ്ഞ ദിവസം കുർബാന തർക്ക വിഷയത്തിൽ മുന്നറിയിപ്പുമായി മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിലും രംഗത്തെത്തിയിരുന്നു. തോന്നിയതുപോലെ കുർബാന ചൊല്ലാനാകില്ലെന്നും ആരാധനക്രമം വ്യക്തികളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റാനുള്ളതല്ലെന്നും ബിഷപ്പ് വ്യക്തമാക്കിയിരുന്നു. പാതിരികൾക്ക് തോന്നിയതുപോലെ കുർബാന ചൊല്ലുവാൻ പറ്റില്ലെന്നും സമുദായവും ആരാധനക്രമവും അനുശാസിക്കുന്ന രീതിയിൽ മാത്രമായിരിക്കണം കുർബാന അർപ്പിക്കാനെന്നും അദ്ദേഹം പറഞ്ഞു. ഇടുക്കി നെടുങ്കണ്ടത്ത് സെയിൻറ്റ് സെബാസ്റ്റ്യൻ പള്ളിയുടെ കൂദാശ പരിപാടിക്കിടയിലാണ് കുർബാന തർക്ക വിഷയത്തിൽ ബിഷപ്പ് പരസ്യ പ്രതികരണം നടത്തിയത്. എന്നാൽ റാഫേലിൻ്റെ ആഹ്വാനത്തിന് പുല്ലുവിലയാണ് രൂപതകൾ നൽകിയത് എന്നതിൻ്റെ ഒന്നാന്തരം ഉദാഹരണമാണ് ഇന്ന് നടന്ന പ്രതിഷേധ റാലി. റാഫേലിന് ഒരിക്കലും ഒരു കരുത്തുറ്റ അഡ്മിനിസ്ട്രേറ്റർ ആകുവാനോ ശോഭിക്കുവാനോ കഴിയില്ല എന്ന് വിലയിരുത്തപ്പെടുന്നു. കാരണം ധാരാളം ചീത്തപ്പേരുണ്ട്. പദവിക്ക് നിരക്കാത്ത അളിഞ്ഞ വർത്തമാനങ്ങൾ പറയുന്ന റാഫേലിന് ഒരിക്കലും സഹമെത്രാന്മാരും പുരോഹിതന്മാരും വില കൽപ്പിക്കില്ല എന്ന് വിലയിരുത്തപ്പെടുന്നു. അദ്ദേഹത്തിന് തന്നെ അദ്ദേഹത്തിൻ്റെ പോരായ്മകൾ നന്നായി അറിയാവുന്നത് കൊണ്ട് തന്നെ കൂടുതൽ മസിൽ പിടിച്ച് നാറാൻ ശ്രമിക്കില്ല എന്നാണ് വിശ്വാസികൾ കരുതുന്നത്. കരുത്തുറ്റ ആലഞ്ചേരിയും താഴ്ത്തുമെത്രാനും വരെ താഴെ കിടന്ന് മെഴുകുന്നത് കണ്ടതാണ്. പിന്നെയല്ലേ ഒരു വിടുവായൂൻ ബിഷപ്പ് എന്നതാണ് അൽമായ പ്രവർത്തകരുടെ നിലപാട്. സിറോ മലബാർ സഭയിൽ ഏകീകൃത കുർബാന നടത്തണമെന്ന് രേഖാമൂലം ആവശ്യപ്പെട്ട് സിനഡ് സർക്കുലർ ഇറക്കിയിരുന്നു. സിറോ മലബാർ സഭ സിനഡിൻ്റെ അവസാന ദിനമായ ജനുവരി 13 റാഫേൽ തട്ടിലിൻ്റെ അധ്യക്ഷതയിൽ സമ്മേളിച്ച സിനഡിൽ പങ്കെടുത്ത എല്ലാ മെത്രാന്മാരും ഒപ്പിട്ടാണ് സർക്കുലർ പുറത്തിറക്കിയിരുന്നത്. ഇതോടെ പുതിയ ബിഷപ്പ് എത്തുന്നതോടെ രമ്യമായി പരിഹരിക്കാനാകുമെന്ന് കരുതിയിരുന്ന കുർബാന തർക്കം വീണ്ടും രൂക്ഷമാകുകയാണ്. റാഫേൽ തട്ടിലിൻ്റെ വാക്കുകൾ കാപട്യം നിറഞ്ഞതായിരുന്നുവെന്ന് അൽമായ മുന്നേറ്റം ആരോപിക്കുന്നു. വിശ്വാസികളുമായി യാതൊരു ചർച്ചയും നടത്താതെയാണ് ഇപ്പോൾ ഇങ്ങനെയൊരു തീരുമാനമെടുത്തിരിക്കുന്നതെന്നും സിനഡിൻ്റെ ഏകീകൃത കുർബാനയെ യാതൊരു കാരണവശാലും അംഗീകരിക്കുവാൻ തയ്യാറല്ലെന്നും ഇതിനെതിരെ ശക്തമായ പ്രതിഷേധമുണ്ടാകുമെന്നും അൽമായ മുന്നേറ്റം വ്യക്തമാക്കുന്നു. സിനഡിൻ്റെ സർക്കുലറിലെ നിർദ്ദേശപ്രകാരം ഈ ഞായറാഴ്ച ദേവാലയങ്ങളിലെ കുർബാനയ്ക്കിടയിൽ പുതിയ സർക്കുലർ വായിക്കണമെന്ന നിർദ്ദേശവുമുണ്ട്. ഇതിനെതിരെ വ്യാപക പ്രതിഷേധമാണ് അൽമായ മുന്നേറ്റം ഉയർത്തുന്നത്. എറണാകുളം അങ്കമാലി രൂപതയിൽ ഇത് വായിക്കില്ല എന്നും അവർ പറയുന്നു. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.